എക്സാം ആയിരുന്നു അല്ലേ 6-ന്? എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവും അല്ലേ? എങ്കിലും നമുക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ആദ്യം പരീക്ഷ നമുക്ക് 2.25 മണിക്കൂറാണ് അല്ലേ? അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ് അല്ലേ? മൊത്തം 2 മണിക്കൂറാണ് നമുക്ക് പരീക്ഷ എഴുതാൻ കിട്ടുന്ന സമയം. അതിൽ സാമാന്യ നിർദ്ദേശ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് സാമാന്യ നിർദ്ദേശ്? പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അല്ലേ? അതിൽ നോക്കൂ, पहले 15 മിനിറ്റ് का കൂൾ ഓഫ് ടൈം പ്രശ്നപത്ര വാചൻ के लिए है. അപ്പൊ നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന ആദ്യത്തെ 15 മിനിറ്റ്, 1:30ക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നാൽ 1:45 വരെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള സമയമാണ്, കൂൾ ഓഫ് ടൈം ആണ്. കുൽ 6 പ്രശ്ന ഹെ. എത്ര ചോദ്യങ്ങളാണുള്ളത്? 6 ചോദ്യങ്ങളാണുള്ളത്. സബിക്ക് ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. എല്ലാത്തിൻ്റെയും ഉത്തരം എഴുതണം. പ്രശ്ന സംഖ്യ 2 और 5 में विकल्प है. പിന്നെ രണ്ടാമത്തെ ആക്ടിവിറ്റിക്കും 5-ാമത്തെ ആക്ടിവിറ്റിക്കും ഓപ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇപ്പൊ 2A 2B. അപ്പൊ അതില് ഒന്നുകിൽ നമുക്ക് A ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ B ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്താലോ? സൂചന. ബാദൽ കവിത की ये पंक्तियां पढ़े और प्रश्नों के उत्तर लिखे. ബാദൽ കവിതയിലെ ഒരു 6 വരികൾ തന്നിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കിയാലോ? നന്നി ജൽഗൻ ഗയേ ബാപ് ബൻ ഉസി ബാപ് നെ ഠണ്ടക് പായി ബാദൽ ബरसे बरसा आई करते गडगड आते बडबड बिजली बादल को चमकाए अंधियारे में राह दिखाए. ഈ 6 വരികളാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഉത്തരങ്ങളൊന്ന് ഡിസ്കസ് ചെയ്താലോ? നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ബാദൽ കോ കോൺ ചംകാത്തി ഹെ. ഓപ്ഷൻസ് ഉണ്ട്: ബാപ്, ജൽകൻ, ബിജലി, അന്ധിയാര. ഇപ്പൊ നമുക്ക് ഈ വരികൾ നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ ആൻസർ? ബിജലി ബാദൽ കോ ചംകായേ. അതില് ആൻസർ ഏതാ വരിക? ഈ ആണ് വരിക. ഏതാണ് ആൻസർ? ബിജലി. ബിജലി ആണ് ബാദൽ കോ ചംകാത്തി ഹെ. ഇനി രണ്ടാമത്തേത് നോക്കൂ. മേ കെ ലിയേ കവിത മേ പ്രയുക്ത ശബ്ദ ലിഖേ. കവിതയില് മേ കെ ലിയേ പ്രയുക്ത ശബ്ദ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ബിജലി, രാവ്, പാനി, ബാദൽ. അത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് അറിയാം അല്ലെ? ബാദൽ. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കവിതാംശ സേ യേ ആശയ വാലി 3 പങ്ക്തിയാം ചുൻകർ ലിഖേ. കവിതാംശയിൽ നിന്ന് ഈ ആശയം വരുന്ന 3 വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയാലോ? ആദ്യത്തേത് നന്നേ ജൽ കണോം സേ ബാപ് ബൻതി ഹെ. ചെറിയ ചെറിയ ജൽ കണോം സേ എന്താണ്? ബാപ് ബൻതി ഹെ. ബാപ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീരാവി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നീരാവി ആകുന്നു എന്നൊക്കെ പറയാം. ഈ ആശയം വരുന്ന വരി ഏതാ? ആദ്യത്തെ ലൈൻ തന്നെയാണ്. നന്നേ ജൽകൻ ഗയേ ബാപ് ബൻ. രണ്ടാമത്തേത് നോക്കൂ. ബാപ് സേ ബാദൽ ബൻതാ ഹെ. അതിൽ നിന്ന് എന്താണ് ഉണ്ടാവുക? ബാദൽ. ഉസി ബാപ് നെ ഠണ്ടക് പായി. അതാണ് രണ്ടാമത്തേത് വരിക. ഡണ്ടാ ഹോനെ പർ ബാദൽ ബരസ്താ ഹെ. അത് മൂന്നാമത്തെ വരിയാണ്. ബാദൽ ബരസൈ ബരസ ആയി. സിമ്പിൾ ആയിരുന്നു അല്ലെ ഈ ആക്ടിവിറ്റി? നമ്മുടെ ഈ തന്നിരിക്കുന്ന 6 വരികളിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ഉണ്ടായിരുന്നു അല്ലെ? വളരെ എളുപ്പമുള്ളതായിരുന്നു അല്ലെ? ഇനി രണ്ടാമത്തെ നോക്കൂ. സൂചന. 2 ഓപ്ഷൻസ് ഉണ്ട്. എ ഓർ ബി എഴുതിയാൽ മതി കേട്ടോ. അതിൽ നമുക്ക് എ നോക്കാം. മിലി സബ്കോ കവിത കാ ഏക് അംശ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മിലി സബ്കോ എന്നുള്ള കവിതയാണ്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക്, മിലി സബ്കോയിലെ കുറച്ച് വരികളാണ് തന്നിട്ടുള്ളത് അല്ലെ? അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കവിത നോക്കിയാലോ? बहुत जरूरी है कि मिले सबको उगने के लिए थोड़ी सी मिट्टी
बूंद भर नमी, थोड़ी सी हवा और धूप, खिलने के लिए, पकने के लिए थोड़ी सी आग. ഇനി നമുക്ക് ചോദ്യങ്ങൾ ഒന്ന് നോക്കിയാലോ. അതിലെ ആദ്യത്തെ ചോദ്യം നോക്കൂ. കവിത മേ മിട്ടി കാ വിശേഷൺ ശബ്ദ ക്യാ ഹൈ? കവിതയില് മിട്ടിയുടെ വിശേഷൺ ശബ്ദ ഏതാണ് എന്നാണ് ചോദ്യം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംജ്ഞയുടെയോ സർവനാമിന്റെയോ വിശേഷത പറയുന്നതാണ് എന്ത്? വിശേഷൺ ശബ്ദ. ഇവിടെ നമുക്ക് മിട്ടിയുടെ വിശേഷണാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മിട്ടിയുടെ വിശേഷത പറയുന്ന ശബ്ദം ഏതാണ്? ഒന്ന് വായിച്ചു നോക്കൂ. ദോഡീസി മിട്ടി. ദോഡീസി മിട്ടി, കുറച്ച് മിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ ദോഡീസ് എന്നാണ് വരിക. ദോഡീസി എന്ന് എഴുതാം. പ്രസ്താവ് പടേ സഹി വികൽപ്പ് ചുൻകർ ലിഖേ. ഇനി ഓരോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ. ആ സ്റ്റേറ്റ്മെന്റിൽ പ്രസ്താവ് തന്നിട്ടുണ്ട്, അത് വായിച്ച് അതിലെ ശരിയായ ഏതാണ് എന്നുള്ളത്, ശരിയായത് സഹി വികൽപ്പ് ഏതാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് പ്രസ്താവ് വായിക്കാം. ആ उगने के लिए मिट्टी नहीं चाहिए, खिलने के लिए हवा और धूप चाहिए. उगने के लिए मिट्टी चाहिए, खिलने के लिए हवा और धूप नहीं चाहिए. നമ്മളിത് കവിതയിൽ പഠിച്ചതാണ്. ഒന്നുമില്ലെങ്കിലും ഈ കവിത വായിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും, ഇതിലെ ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളത് അല്ലേ. അപ്പൊ നമുക്കറിയാം खिलने के लिए हवा और धूप चाहिए, അത് വേണം അല്ലേ. പിന്നെ ഏതാണ്? ഉഗ്നെ കെ ലിയെ മിട്ടി ചാഹിയെ. ആ ഓർ ഈ ആണ് ശരിയായ ഉത്തരം. അടുത്തത് സഹി മിലാൻ കരെ. ഖിൽനെ കെ ലിയെ, പക്നെ കെ ലിയെ, ഉഗ്നെ കെ ലിയെ. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആഗ് ചാഹിയെ, ഹവ ഓർ ധൂപ് ചാഹിയെ, ധൂൾ ചാഹിയെ, മിട്ടി ചാഹിയെ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എവിടെയെങ്കിലും? നമ്മൾ 6ാം ക്ലാസ്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതേപോലെ ഒരു മാച്ച് ദ ഫോളോയിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ആൻസർ ഒന്നും തെറ്റാൻ വഴിയില്ല അല്ലെ. എന്താണ്? ഖിൽനെ കെ ലിയെ ഹവാ ഓർ ധൂപ് ചാഹിയെ, ശരിയായ ആൻസർ. പക്നെ കെ ലിയെ എന്താണ് വേണ്ടത്? ആഗ് ചാഹിയെ. ഉഗ്നെ കെ ലിയെ മിട്ടി ചാഹിയെ. മേലെ ആൻസർ പ്രസ്താവനയിലും ഉണ്ട് അല്ലെ, ഉഗ്നെ കെ ലിയെ മിട്ടി ചാഹിയെ. അപ്പോൾ നമുക്ക് ഈ വരികളിൽ നിന്ന് തന്നെ, ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ ആൻസേഴ്സ് എല്ലാം ഉണ്ട്. വളരെ സിമ്പിൾ ആണ് അല്ലെ രണ്ടാമത്തെ ആക്ടിവിറ്റിയും. ഇനി 2B നോക്കാം. ഇനി നമുക്ക് 2B നോക്കാം. मीठा संतरा संस्मरण का एकांश पढ़े और प्रश्नों के उत्तर लिखे. मीठा संतरा संस्मरणന്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. मैं जब भी शिलोंग में बिताए दिनों को याद करता हूँ तो मुझे बूढ़ी कांग याद आती है. वहाँ मैं मल्की हिल्स में रहता था. वह हमारे घर के पास ही छोटी सी गुमटी में बैठी मौसमी फल बेचती थी. संतरे, केले, प्लम, पाइनएप्पल व उबले शकरकंद, बिस्कुट, चॉकलेट व पिपरमेंट. स्कूली बच्चे उसके नियमित ग्राहक थे. നമ്മൾ മീഠാ സന്തരയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഷിലോങ്ങില് നമ്മളുടെ ലേഖകൻ താമസിക്കുന്ന സമയത്ത് ആ ബൂഡി കാങ്കിനെ എന്നും കാണാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ ആ സമയത്തെല്ലാം ഇവരെ പറ്റി ഓർക്കാറുണ്ട്. ആ സമയത്ത് നമ്മളുടെ ലേഖകൻ മൽക്കി ഹിൽസിലാണ് താമസിച്ചിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവർ താമസിക്കുന്ന വീടിനടുത്തായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കട ഗുംട്ടിയിലാണ്. ഗുംട്ടിമേ ബൈട്ടി, ഗുംട്ടിയിലിരുന്ന് നമ്മുടെ ബൂഡി കാങ്ക് മൗസമി ഫൽ ബേച്ച്തി തി, സീസണബിൾ ഫ്രൂട്ട്സ് ഒക്കെ വിറ്റിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ സ്കൂൾ കുട്ടികളാണ് സ്ഥിരമായി അവിടെ നിന്ന് കടയിൽ നിന്ന് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ വാങ്ങിക്കാറ് അല്ലേ. അപ്പൊ അത് നമ്മൾ ആ പാഠഭാഗത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഗുംട്ടിക്ക് നിയാമിക് ഗ്രാഹക് കോൺടെ, ആരാണ്? സ്കൂളി ബച്ചെ, അത് ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. ഇനി പ്രസ്താവ് പടേ സഹി വികൽപ്പ് ചുൻകർ ലിഖേ. സ്റ്റേറ്റ്മെന്റ് പ്രസ്താവ് തന്നിട്ടുണ്ട്, അതിൽ ശരിയായത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
लेखक मल्की हिल्स में रहते थे. लेखक को बूढ़ी कांग याद नहीं आती है. लेखक को बूढ़ी कांग याद आती है. लेखक മൽക്കി ഹിൽസ് में नहीं रहते थे. അപ്പൊ നമ്മൾ ആ പാഠഭാഗം വായിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ ശരി ഏത് തെറ്റ് ഏത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് വരിക? ലേഖക് മൽക്കി ഹിൽസ് में रहते थे. പിന്നെ ഏതാ വരിക? ലേഖക് को बूढ़ी कांग याद आती है. അതല്ലേ വരിക? അപ്പോൾ ഇതിലേത് വികല്പാണ് ശരിയായത്? ആ ഓർ ഈ സഹി ഹെ. ഇനി അടുത്തത് നോക്കൂ. സഹി മിലാൻ കരെ. മൗസമി, ഉബലെ, ബൂഡി. ഏതൊക്കെയാണ്? ശക്കർഗൻ, കാങ്, ഗുംട്ടി, ഫൽ. മൗസമി എന്ന് വരുമ്പോൾ ഏതാണ് ഇതിൽ ശരിയായത് യോജിപ്പിക്കാൻ വരിക? മൗസമി, ഫൽ. പിന്നെ നമ്മളുടെ മേലത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടും. ഉബലെ ശക്കർഗന്ത്, ബൂഡി കാങ്. ഇതാണ് ശരിയായ ആൻസർ. എല്ലാവരും ശരിയാക്കി എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ? ഇനി അടുത്തത് നോക്കൂ. മൂന്നാമത്തേത് സൂചന ഖൻ പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. കച്ചറാ മുക്ത കേരളം, മാലിന്യമുക്ത കേരളം एक अभियान है जिसका उद्देश्य केरल को कचरे से मुक्त बनाना है. ഈ അഭിയാന്റെ ലക്ഷ്യം, ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? മാലിന്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ മാലിന്യമുക്ത കേരളമാക്കുക അല്ലെ? ഹരിത കർമ്മസേന ഇസേ ജുഡി ഹെ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഹരിത കർമ്മസേനയാണ്. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹമാരെ ഘർ മേ പ്ലാസ്റ്റിക് കച്ചറ ലേനെ കെ ലിയെ കോൺ ആത്തി ഹെ. നമ്മുടെ വീട്ടില് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ആരാണ് വരുന്നത്? ഹരിത കർമ്മസേന അല്ലെ? അപ്പൊ അത് ഹരിത കർമ്മസേന എന്ന പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുള്ള 2 ലൈനിലുണ്ട്. അപ്പൊ അതൊന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതിയാവും. ഇനി അടുത്തത് നോക്കൂ. കച്ചറാമുക്ത കേരൾ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരെ. മാലിന്യമുക്ത കേരളം, ആ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പൊ അത് നമ്മൾ പാഠഭാഗത്ത് ആ പോസ്റ്റർ നല്ലതുപോലെ വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെന്നെ നോട്ടിലും എഴുതിയിട്ടില്ലേ? ആ പോസ്റ്റർ എടുത്ത് നല്ലൊരു ആകർഷകമായ ചിത്രമൊക്കെ വരച്ച് അതിലൊരു സന്ദേശവാക്യമൊക്കെ കൊടുത്ത് പോസ്റ്റർ തയ്യാറാക്കിയാൽ മതി കേട്ടോ. ഇനി നാലാമത്തെ ചിത്ര ദേഖേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. നമ്മുടെ പാഠഭാഗത്തുള്ള ഒരു ആക്ടിവിറ്റി ആണ് അല്ലേ? ഈ ചിത്രം നമ്മുടെ പാഠഭാഗത്തും ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ നമ്മളുടെ പാഠഭാഗത്ത് ഈ ചിത്രം നമ്മളാണ് ഒരു ദൂക്കാന്റെ ചിത്രം വരച്ചത് അല്ലെ? പക്ഷെ ഇവിടെ ദൂക്കാന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ചിത്ര ദേക്കർ വിവരൺ തയ്യാർ കരെ. ഈ ചിത്രം നോക്കി ഒരു വിവരൺ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ചിത്രം നോക്കാം. നമുക്ക് ചിത്രം നോക്കി എന്തൊക്കെ എഴുതാം? ഏക് ഛോട്ടി സി ഗുംട്ടി ഹെ. ഒരു ചെറിയൊരു പെട്ടിക്കടയാണ്. ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് അതൊക്കെ നമുക്ക് എഴുതാം അല്ലെ? അപ്പോ നമുക്ക് അതിൽ കുറേ സാധനങ്ങൾ, അല്ലെങ്കിൽ മേരെ ഘർ കെ പാസ് के एक छोटी सी गुमटी है, इसमें मौसमी फल बेचती थी. इसमें संतरे, केले, प्लम, पाइनएप्पल, उबले शकरकंद, बिस्कुट, चॉकलेट, पिपरमेंट आदि भी है. स्कूली बच्चे और आसपास के लोग उसके नियमित ग्राहक थे. ഇതൊക്കെ പറഞ്ഞ് ഒരു വിവരം തയ്യാറാക്കിയാൽ മതി കേട്ടോ. സബ്ജി കാ നാം ചുൻകർ ലിഖേ. പിന്നെ അടുത്തത് നോക്കൂ. ഒരു പച്ചക്കറിയുടെ പേര് അതിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സേബ്, സന്തര, അങ്കൂർ, ബൈങ്കൻ. ഇതിലേതാണ്? സേബ് പറഞ്ഞ ആപ്പിൾ, സന്തര ഓറഞ്ച്, അങ്കൂർ മുന്തിരി. ഇപ്പൊ ശരിയായ ആൻസർ ഏതാ? ബൈങ്കൻ. നമുക്ക് 5A നോക്കാം. मीठा संतरा संस्मरण का यहांश पढ़े और उत्तर लिखे. लगभग 20 साल बाद मैं फिर शिलोंग गया. मुझे उसे बूढ़ी खान की याद आई. उससे मिलने में फिर मल्की हिल्स पहुंचा. उसी जगह जहां वह छोटी सी गुमटी में बैठी हुई फल बेचती थी. दुकान तो वही है, मगर वह वृद्धा
कहीं नजर नहीं आई। वहां में एक युवती बैठी थी, उसके पास ही एक छोटी सी लड़की भी बैठी थी. മീട്ടാസന്ദ്ര വായിച്ചപ്പോ തന്നെ നമുക്ക് പിടികിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ ലേഖകൻ 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഷിലോങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ലേഖകൻ ബോഡിഗാങ്ങിനെ പറ്റി ഓർക്കുകയാണ്. അപ്പൊ അവരെ കാണാനായിട്ട് മൽക്കി ഹിൽസിലെത്തുകയാണ് അല്ലേ? അപ്പൊ അവിടെ എത്തിയ ശേഷം നമ്മുടെ ഈ ഗുംട്ടിമേം അല്ലെങ്കിൽ ഗുംട്ടിയൊക്കെ കാണാൻ പോവുകയാണ്. അപ്പൊ ആ ഗുംട്ടിയിൽ ഒരാളിരുന്ന് മൗസമി ഫൽ വിൽക്കുന്നുണ്ട്. ലേഖകൻ ഉദ്ദേശിച്ച ദൂക്കാൻ അത് തന്നെയാണ്. പക്ഷെ അവിടെ ആരില്ല, നമ്മുടെ ബോഡിഗാങ്ങിനെ കാണുന്നില്ല. പകരം അവിടെ ഒരു യുവതിയാണ് ഇരിക്കുന്നത് അല്ലെ? യുവതിയുടെ കൂടെ एक छोटी सी ലड़ക്കിയും ഉണ്ടായിരുന്നു അല്ലെ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. കിतने साल बाद लेखक ഷിലോങ് വാപ്പസ് ആയ? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ലേഖക് ഷിലോങ്ങിലോട്ട് തിരിച്ചു വന്നത്? ഓപ്ഷൻസ് ഉണ്ട്. 30 साल बाद, 20 साल बाद, 40 साल बाद, 50 साल बाद. നമുക്ക് ആദ്യത്തെ ലൈനിൽ തന്നെ നമുക്ക് അറിയാം അല്ലേ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നതെന്നല്ലേ? ലഗ്ഭഗ് 20 साल बाद मैं फिर ഷിലോങ് गया. അപ്പൊ നമ്മള് ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ശരിയായ ഉത്തരം ആയാണ് 20 साल बाद. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്മരൺ के अंश के आधार पर वाक्यों को क्रमबद्ध करके लिखिए. ഈ സംസ്മരണ ഈ ഒരു ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ടല്ലോ, അതിനെ അടിസ്ഥാനമാക്കി ഓരോ തന്നിരിക്കുന്ന സെന്റൻസുകൾ ഓർഡർ ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നമ്മൾ ശരിയാക്കുക? ഇപ്പൊ നമ്മൾ നമുക്ക് തന്നിട്ടുള്ള സംസ്മരൺ ഒരു ചെറിയ അംശം ഉണ്ടല്ലോ, അത് വായിച്ചു നോക്കണം അല്ലെ? അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് നോക്കൂ, ആദ്യത്തേത് ഏതാ വരിക? 20 साल के बाद लेखक ഷിലോങ് गया. അതാണ് ഒന്നാമത്തേത് എഴുതേണ്ടത്, ആദ്യത്തേത്. രണ്ടാമത്തേത് നോക്കൂ, രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ, മുझे उस बूढ़ी काम की याद आई. അപ്പൊ രണ്ടാമത്തെ എന്ത് എഴുതണം? ലേഖക് को बूढ़ी काम की याद आई. പിന്നെ അടുത്തത് വായിച്ചു നോക്കാം. उससे मिलने में फिर मल्की हिल्स पहुंचा. അപ്പൊ ഇതിലെ സെന്റൻസിൽ നോക്കൂ, ലേഖക് മൽക്കി ഹിൽസ് പഹൂഞ്ച. അതാണ് മൂന്നാമത്തേത്. പിന്നീട് എന്താണ് വരുന്നത്? ഉസി ജഗ ജഹാം വ ചോട്ടി സി ഗുംട്ടി മേ ബൈठी हुई फल बेचती थी. दुकान तो वही है मगर वह वृद्धा कहीं नजर नहीं आई. वहां एक युवती बैठी थी. അപ്പൊ നമ്മളുടെ അടുത്ത സെന്റൻസിൽ ഏതാ വരിക? ഗുംട്ടി മേ एक युवती बैठी थी. നിങ്ങൾ എല്ലാവരും ഇങ്ങനെയല്ലേ ശരിയായിട്ട് എഴുതിയിരിക്കുന്നത്? ആദ്യത്തേത് 20 साल के बाद लेखक ഷിലോങ് गया. രണ്ടാമത്തേത് ലേഖക് को बूढ़ी काम की याद आई. മൂന്നാമത്തേത് ലേഖക് മൽക്കി ഹിൽസ് പഹൂഞ്ച. നാലാമത്തേത് ഗുംട്ടി മേ एक युवती बैठी थी. നമ്മൾ 5A ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് 5B ആണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, എ അല്ലെങ്കിൽ ബി എഴുതാം. നമുക്ക് 5B ക്വസ്റ്റ്യൻ നോക്കാം. ചിത്ര ദേഖെ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖെ. ചിത്രം നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചിത്രം നോക്കൂ, ടുക്കു സൈക്കിളിലും അമ്മ സ്കൂട്ടിയിലും പോവാണ് അല്ലെ? രണ്ടാമത്തേതിലോ നമ്മുടെ ടുക്കും സൈക്കിളും വീണു അല്ലെ? മൂന്നാമത്തേതില് അമ്മയും സ്കൂട്ടിയും വീണു അല്ലെ? നാലാമത്തേതില് സ്കൂട്ടി അമ്മ ഓടിക്കുന്നുണ്ട്, ടുക്കു പുറകിലും ഇരിക്കുന്നുണ്ട് അല്ലെ? ഇനി ക്വസ്റ്റ്യൻ നോക്കൂ, ചിത്ര के अनुसार वाक्यों को क्रमबद्ध करके लिखे. ഈ ചിത്രം നോക്കി സെന്റൻസുകള് ഓർഡറിലാക്കി എഴുതണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചിത്രത്തില് ആദ്യം എഴുതാം അല്ലെ? രണ്ടാമത്തേത് രണ്ടാമത്, 3, 4 അങ്ങനെ ഓർഡർ ആക്കി എഴുതണം. ഇതില് സെന്റൻസുകൾ ഒന്ന് വായിച്ചു നോക്കാം. അമ്മ और स्कूटी दोनों गिरी. अम्मा ने सपना देखा वो टुक्कू को बिठाए स्कूटी चला रही है. सुबह टुक्कू ने अपनी साइकिल निकाली और अम्मा ने अपनी स्कूटी. साइकिल और टुक्कू दोनों गिर पड़े.
ഇനി നമുക്കിത് ഓർഡർ ആക്കിയാലോ. ആദ്യത്തേത് ഏതാ വരിക? ആദ്യത്തെ ചിത്രത്തിലെ നോക്കൂ. സുബഹ ടുക്കു ने अपनी साइकिल निकाली और अम्मा ने अपनी स्कूटी. അപ്പൊ ആദ്യം നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്, ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇനി നോക്കൂ. രണ്ടാമത്തെ ചിത്രത്തില് നമ്മളുടെ ടുക്കും സൈക്കിളും ഒക്കെ വീണു അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത്? സൈക്കിൾ ഓർ ടുക്കു ദോനോ ഗിർ പടേ. ഇനി മൂന്നാമത്തെ ചിത്രത്തില് അമ്മയും സ്കൂട്ടിയും അല്ലെ. അമ്മ വീണു, സ്കൂട്ടിയും താഴെ വീണിട്ടുണ്ട്. അപ്പൊ ഏതാണ് വരിക? അമ്മ ഓർ സ്കൂട്ടി ദോനോ ഗിരി. ഇനി നാലാമത്തേത് നോക്കൂ. അമ്മാനെ സപ്ന ദേഖ वो टुक्कू को बिठाए स्कूटी चला रही है. ഏതാണ് വരിക? അമ്മാനെ സപ്ന ദേഖ वो टुक्कू को बिठाए स्कूटी चला रही है. ഇതാണ് ശരിയായ ആൻസർ. അമ്മ സ്വപ്നം കാണുകയാണ് അല്ലെ, ടുക്കൂനെ ഇരുത്തി സ്കൂട്ടി ഓടിക്കുന്ന സ്വപ്നം കാണുകയാണ് അല്ലെ. അപ്പൊ ഇത് ശരിയായി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തി എഴുതണം. ആ സ്കൂട്ടി ചലാത്തെ സമയ ഹെൽമെറ്റ് പഹനെ. ആ एक स्कूटी में 2 से अधिक सवार हो. ई गाड़ी चलाते समय मोबाइल फोन का इस्तेमाल करे. कार चलाते समय सीट बेल्ट न पहने. നോക്കൂ, ആദ്യത്തേത് നോക്കൂ. സ്കൂട്ടി ചലാത്തെ സമയ ഹെൽമെറ്റ് പഹനെ. സ്കൂട്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. രണ്ടാമത്തേത് എക് സ്കൂട്ടി മേ 2 से अधिक सवार हो. ഒരു സ്കൂട്ടിയിൽ 2ൽ കൂടുതൽ യാത്രക്കാർ ആവാം. മൂന്നാമത്തേത് വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. നാലാമത്തേത് കാർ ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാ? സ്കൂട്ടി ചലാത്തി സമയ ഹെൽമെറ്റ് പഹനെ. എന്താണ്? സ്കൂട്ടി ഓടിക്കുമ്പോൾ നിർബന്ധമായും എന്ത് വേണം? ഹെൽമെറ്റ് വേണം. അപ്പൊ അതല്ലേ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. और प्रश्नों के उत्तर लिखे. അത് ഒരു ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള വേർഡ്സിന്റെ മലയാളം അർത്ഥങ്ങളും തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ओकुम का मतलब है घर. ओकुम में आपका स्वागत है. हमारा गांव माजुली में है. हमारा घर आमतौर पर बांस से बनाया जाता है. घर एक चबूतरे पर बनाते हैं. हमारा घर नदी के एकदम सामने है. हमारा घर बाजों पर खड़ा है, इसलिए कोई खास खतरा नहीं है. ഇതിൽ നോക്കൂ. ഓക്കും എന്ന് പറഞ്ഞ വീട്, മാജുലി എന്ന് പറഞ്ഞ ആസാമിലെ ഒരു ജില്ല, ബാസ് മുള, ചബൂത്തരെ പർ ഉയർന്ന പ്രതലത്തിൽ, ഖത്തര അപകടം. ഇങ്ങനെ കുറച്ച് മീനിങ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വായിക്കാനും നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല, മനസ്സിലാക്കാനും ബുദ്ധിമുട്ടില്ല അല്ലെ. വായിക്കാനും മനസ്സിലാക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല, സിമ്പിൾ സെന്റൻസ് ആണ് അല്ലെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഓക്കും കാ മത്ലബ് ക്യാ ഹെ. എന്താണ് ഓക്കും കാ മത്ലബ്? ഓക്കും കാ മത്ലബ് ക്യാ ഹെ. എന്താണ് ഓക്കും കാ മത്ലബ്? ആദ്യത്തെ സെന്റൻസിൽ തന്നെ ഉണ്ട് ഓക്കും കാ മത്ലബ് ഹെ ഘർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഘർ കിസ് പർ ബനായാ ജാത്താ ഹെ? നദി പർ, സഡക് പർ, ചബൂത്തരെ പർ, ഖേത് പർ. ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഘർ एक चबूतरे पर बनाते हैं. അപ്പൊ ആൻസർ ഏതാ? ചബൂത്തരെ പർ. ഇനി നമുക്ക് മൂന്നാമത്തേത് നോക്കാം. ഗാവ് കഹാം ഹെ? മണിപ്പൂർ മേം, മാജുലി മേം, മേഘാലയ മേം, മൈസൂർ മേം. എവിടെയാണ് ആ ഗ്രാമം? ഹമാരാ ഗാവ് മാജുലി മേം ഹെ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എവിടെയാണ്? മാജുലി മേം. ഇനി അടുത്തത് നോക്കൂ. ഘർ കിസ്സെ ബനായാ ജാത്താ ഹെ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ പറയുന്നുണ്ട് അല്ലെ, ഹമാരാ ഘർ ആം തൗർ പർ ബാസ് സെ ബനായാ ജാത്താ ഹെ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പത്തോം സെ, ബാസ് സെ, പത്തർ സെ, ഈന്റ് സെ. ഏതാണ് ശരിയായ ആൻസർ? ബാസ് സെ. മുളകൾ കൊണ്ടാണ്
ഇവര് വീട് നിർമ്മിക്കാറ് അല്ലെ. ഇനി അടുത്തത് നോക്കൂ, സഹി പ്രസ്താവ് ചുൻകർ ലിഖി. അതില് ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതണം. അതില് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കാം. घर बांस से बना है इसलिए खतरा है, घर बांस से बना है इसलिए खतरा नहीं है, घर पत्तों से बना है इसलिए खतरा है, घर पत्तों से बना है इसलिए खतरा नहीं है. ഇതില് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? വീട് മുളകൾ കൊണ്ടുണ്ടാക്കിയതാണ്, അതിനാൽ അപകടമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, വീട് മുളകൾ കൊണ്ടുണ്ടാക്കിയതിനാൽ അപകടമൊന്നുമില്ല. മൂന്നാമത്തേത്, വീട് ഇലകൾ കൊണ്ട് നിർമ്മിച്ചതാണ്, അതിനാൽ അപകടമാണ്. നാലാമത്തേത്, വീട് ഇലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ അപകടമൊന്നുമില്ല. ഇതിൽ ശരി ഏതാണ് എന്നുള്ളത്, ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി എഴുതണം. ഇതില് തന്നിരിക്കുന്ന പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കൂ. ഹമാരാ ഘർ ബാസോ പർ ഖടാ ഹെ ഇസ്ലിയെ കോയി ഖാസ് ഖത്തര നഹി ഹെ. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതാ വരിക? ആയാണ് വരിക, രണ്ടാമത്തേതാണ് വരിക. നോക്കൂ, ഘർ ബാസെ ബനാ ഹെ ഇസ്ലിയെ ഖത്തര നഹി ഹെ. ഇതാണ് ഇന്നത്തെ 6ാം ക്ലാസ്സിലെ ഹിന്ദി എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. അപ്പൊ എല്ലാവർക്കും A ഗ്രേഡ് കിട്ടട്ടെ. ഓക്കെ.